ഹായ്, ഇസ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. രാജ്യത്തെ നടുക്കിയ മുംബൈ ബോട്ടപകടം ഡിസംബർ 18 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്കാണ് ബോട്ടപകടം നടന്നത്. ബോട്ടപകടത്തിൽ 13 പേർ മരിക്കുകയും 101 പേര് രക്ഷപ്പെടുകയും ചെയ്തു. അതായത് ബോട്ടിൽ ഏകദേശം 100-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. മരിച്ച 13 പേരിൽ 12 സാധാരണക്കാരും ഒരു നാവികസേന ഉദ്യോഗസ്ഥനും ഉൾപ്പെടും. അതായത് നാവികസേനയുടെ സ്പീഡ് ബോട്ട് ഫെറിയിലിടിച്ചാണ് അപകടം സംഭവിച്ചത്. അതായത് സ്പീഡ് ബോട്ടിൻ്റെ എൻജിൻ തകരാറ് മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ, നാവികസേനയുടെ റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും 13 പേരാണ് മരിച്ചത്, 101 പേരെ രക്ഷിച്ചുവെന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത്. അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും എലിഫൻറ്റ് ഗുഹകളിലേക്ക്, അതായത് എലിഫൻറ്റ് ദ്വീപ് വിനോദസഞ്ചാര കേന്ദ്രമാണ്, അവിടേക്ക് പോവുകയായിരുന്നു ബോട്ടിൽ റായ്ഗഡിന് സമീപമാണ് നാവികസേനയുടെ ബോട്ട് വന്നിടിക്കുന്നതും അപകടമുണ്ടായതും. അതായത് നാവികസേനയുടെ ബോട്ട് എലിഫൻറ്റ് ദ്വീപിൽ നിന്നും തിരിച്ചിങ്ങോട്ട് വരികയായിരുന്നു, ഇത് അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. അങ്ങനെയാണ് അപകടം നടന്നത്. നിയന്ത്രണം വിട്ട് അപകടം നടന്നതെന്നാണ്, അല്ലെങ്കിൽ എൻജിൻ തകരാറ് മൂലം നിയന്ത്രണം വിട്ട് അപകടമുണ്ടായെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. എന്നിരുന്നാലും നാവികസേനയുടെ ബോട്ട് ഓടിച്ച ഡ്രൈവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് എലിഫൻറ്റ് ദ്വീപ് മനോഹരമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അവിടേക്ക് പോവുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. മരിച്ചവരിൽ 12 സാധാരണക്കാരും ഒരു നാവികസേനയുടെ ഒരു ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു. ബാക്കി 101 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയ്ക്കും എലിഫൻറ്റ് ദ്വീപിനും ഇടയിൽ റായ്ഗഡ് തീരത്തിന് സമീപമാണ് അപകടമുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം, അതോടൊപ്പം പരിക്കേറ്റവർക്ക് 50,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഡിസംബർ 18 ബുധനാഴ്ച മഹാരാഷ്ട്രയിലെ മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്കും എലിഫൻറ്റ് ദ്വീപിനും നടുവിലായി റായ്ഗഡ് തീരത്ത് സംഭവിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.